ഞങ്ങൾ രാവിലെ കയാക്കിങ്ങിൻ്റെ ബോട്ടൊക്കെ എടുത്തോട്ടോ. അപ്പോൾ കയാക്കിങ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു. നമ്മുടെ ടീമിലുള്ളത് ജോസഫ് ചെറിൻ, പിന്നെ അനന്തു, പിന്നെ കുഞ്ഞു. ഇത് ഞങ്ങളുടെ ബോട്ടൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു. അപ്പോൾ ബോട്ടൊക്കെ കയറി ജാക്കറ്റൊക്കെ ഇട്ടു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 1 മണിക്കൂർ എന്നുള്ള ടൈമിലാണ് 200 രൂപ എന്ന് പറഞ്ഞത്. അത് ഒരു ബോട്ടിന് 200 ആണോ ഒരാൾക്ക് 200 ആണോ എന്നറിയില്ല. ഒരു രാവിലത്തെ കാഴ്ചയാണ്. ഞങ്ങളിപ്പോൾ ഒരു 8:30 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നതാണ്. രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ വെയിൽ അധികം ഇല്ലാതെ നമുക്ക് കയാക്ക് ചെയ്യാം. പിന്നെ ഇത് ഇപ്പുറത്ത് ഇത് കണ്ടില്ലേ, സ്കൂബയുടെ ടീമുകളും ഇതേ ഇവിടെ റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ടീം ഇപ്പോൾ അങ്ങോട്ട് പോയി സ്കൂബ. അപ്പോൾ ഞങ്ങൾ കയാക്കിങ് പോയിട്ട് തിരിച്ചു വരാം. ബൈ. നമുക്കിവിടെ ലക്ഷദ്വീപിലെ നമുക്ക് ബൈക്കൊക്കെ റെൻറ്റിന് കിട്ടും കേട്ടോ. ഡെയിലി 150 രൂപ എന്നുള്ള റേറ്റിലാണ് കിട്ടുന്നത്. കവരത്തിയിൽ താമസിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ക്യാപിറ്റൽ ഇൻ ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് എന്താ ഇവിടെ അതിൻ്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടെ പോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 50 രൂപ ഓട്ടോറിക്ഷ പോയിൻ്റ്. AC റൂമാണ്. അത് 1000 റുപ്പീസാണ് അതിൻ്റെ ചാർജ്. ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് എന്ന് പറഞ്ഞിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ. അതായത് ഇവിടെ നമ്മൾ ഈ കോറലില്ലേ, കോറൽ സ്റ്റോണി കോറൽസ് ഉണ്ടല്ലേ, ഇതുപോലെ സീ ടർട്ടിൽ, സീ ഹോഴ്സ്, ഇങ്ങനെയുള്ള ഈ സാധനങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളൊരു കൗതുകത്തിന് ചിലപ്പോൾ പറക്കിക്കൊണ്ട് പോകാമെന്നൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം കേട്ടോ. അതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പണിഷബിളാണ്. നോർമലി ഓരോ ദ്വീപിൽ വരുമ്പോഴും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ വെരിഫൈ ചെയ്യാനായിട്ട് സ്റ്റേഷനിൽ ഇത് ചെയ്യണം, സൈൻ ചെയ്യണം എന്നുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ഇവിടെ കവരത്തിയിൽ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഒരു പോലീസ് അവരവിടെ ഇരിക്കുന്നുണ്ടാവും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ സൈൻ ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇത് കണ്ടോ, കവരത്തിയുടെ എൻട്രൻസ് ഗേറ്റ് ആണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ ഒരു വെസൽ എന്തോ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വെസൽ വന്നപ്പോഴത്തേക്കും അവിടെ ഗേറ്റ് തുറന്നു കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു ചെക്കിങ് കഴിഞ്ഞിട്ട് അവർ വെസലിലോട്ട് കയറാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നതാണ് ഈ കാണുന്നത്. നമുക്ക് കവരത്തിയിൽ വരുമ്പോൾ കാണാൻ പറ്റുന്ന വേറൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കേട്ടോ. നമുക്ക് കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഇതുപോലെ ഒരു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ഷിപ്പ്, അതായത് കവരത്തിയുടെ അങ്ങേ ഹെലിപ്പാഡിൻ്റെ ഏരിയ ചോദിച്ചാൽ മതി. ഹെലിപ്പാഡ്, ആ ഹെലിപ്പാഡിൻ്റെ തൊട്ടടുത്താണ് ഈ വരുന്ന ഒരു ബീച്ച്. അപ്പോൾ ഇതിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ ബീച്ച്, ഇവിടുത്തെ വന്നുള്ള ബീച്ചിൻ്റെ ഭംഗിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അങ്ങേ അറ്റത്ത് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് ചെറുതായിട്ട് മിന്നുന്നുണ്ട് ലൈറ്റ് ഹൗസിൽ നിന്ന്. ഇവിടെ വന്നാലുള്ള വേറൊരു ഭംഗി വേറെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിറച്ച് ഇത് കണ്ടില്ലേ, ഈ പവിഴപ്പുറ്റുകളില്ലേ, പവിഴപ്പുറ്റുകൾ, കോറൽ ഐലൻഡ് എന്ന് പറയില്ലേ, ഇത് കണ്ടില്ലേ നിറച്ച്, ഇത് കണ്ടില്ലേ പവിഴപ്പുറ്റുകൾ നിറച്ചിങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. കംപ്ലീറ്റ് കോറലാണ് കാണുന്നത്. ഇവിടെ നോക്കി ഫുള്ള് കോറൽസ് ഇങ്ങനെ ചെതറി 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 കിടക്കുക. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. നമുക്കിത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ നിറച്ച് കോറലുകൾ ഇങ്ങനെ ചെതറിക്കിടക്കുന്ന ഒരു സ്ഥലമാണിത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ കോറലൊക്കെ നോക്കിയേ, എന്തൊരു ഭംഗിയുള്ള കോറലാന്ന് നോക്കിയേ. ഇതൊന്നും പക്ഷേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതെന്തോ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതേ ആ റെക്ക് ചെയ്ത് തകർന്ന് കിടക്കുന്ന കപ്പലിൻ്റെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇരുമ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ. വി കൊച്ചി മീഡിയ. ഓക്കെ. അപ്പോൾ നമ്മുടെ ആരാധകരെ കുറച്ച് പേരെ കണ്ടു. അപ്പോൾ ഇത് കണ്ടില്ലേ ധാരാളം പേര് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. തകർന്നു കിടക്കുന്ന കപ്പൽ, എന്താണ് അതിൻ്റെ കഥയെന്നറിയില്ല. ഇവിടെ നിറച്ച് പുറ്റുകളാണ് കേട്ടോ.
നല്ല ഭംഗിയുള്ള പവിഴപ്പുറ്റുകൾ എടുക്കണം എന്ന് ഉണ്ട്, പക്ഷേ ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് ഇതിൻ്റെ പറയുന്നത്. അത് നമുക്ക് അവിടെ എന്തോ റെസ്ട്രിക്ഷൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എടുക്കാൻ പേടിയാണ്. ഇത് നോക്കിയാൽ ഗ്രീൻ കളറ് കോറല്. ഇത് കണ്ട കപ്പലിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, തുരുമ്പ് പിടിച്ച് കിടക്കുന്ന ഭാഗങ്ങൾ. നല്ല ക്ലിയറുള്ള വെള്ളമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, അത് തിരയടിച്ച് എനിക്ക് വേണം ഇവിടെ പവിഴപ്പുറ്റുകളുടെ ഒരു ഏരിയയെന്ന് തോന്നുന്നു ഇവിടെ. അപ്പോൾ നിങ്ങൾ കവരത്തി വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലം നല്ല കാണാൻ ബ്യൂട്ടിഫുൾ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും വരിക. ഇത് കണ്ടില്ലേ, അപ്പോൾ തീർച്ചയായിട്ടും വരിക. കടയിലൊരു പുള്ളി എടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ ഷിപ്പ് എന്തോ ഒരു വഴിതെറ്റി വന്ന് അത് തിരയിൽ പെട്ട് അത് പണ്ടെന്തോ അപകടത്തിൽപ്പെട്ട് നശിഞ്ഞതാണെന്നാണ് പറഞ്ഞത്. പുള്ളിയുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ എന്തോ സംഭവിച്ച ഒരു അപകടമാണ്. അപ്പോൾ നമ്മളവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഈ ഹെലിപ്പാഡ് എന്ന് പറയുന്നത്. മോദിജിയൊക്കെ വരുമ്പോൾ കവരത്തിയിലൊക്കെ വന്നിറങ്ങുമ്പോൾ അഡ്മിനിസ്ട്രേറ്ററൊക്കെ വന്നിറങ്ങുമ്പോൾ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ഇതുണ്ട്, മിലിറ്ററിയുടെയൊക്കെ ഒരു പോയിന്റ് പോലെ ഉണ്ട്. ഇവിടെ കുറേ മിലിറ്ററിയുടെ വെഹിക്കിളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ കവരത്തി ജംഗ്ഷനിൽ ചായക്കടയിലാണ് കേട്ടോ. ഇതാണ് ചായക്കട. അപ്പോൾ ഇവിടെ ഉള്ള ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കണേണ്. ഇവിടെ ഫിഷ് കൊണ്ടുള്ള കുറേ വിഭവങ്ങൾ കിട്ടും കേട്ടോ. ഫിഷ് കട്ട്ലേറ്റ്, ഫിഷ് ഇറച്ചി, ഫിഷ് സമൂസ, പിന്നെ ഫിഷ് ബോണ്ട, ഫിഷ് റോള്, പിന്നെ ഇതെന്താ ഫിഷ്? ഇത് ഫിഷല്ല. അത് ഫിഷല്ല, ഫിഷ്. പിന്നെ വേറെ ആ കോല് പോലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഇത് ഫിഷ് റോള്. അപ്പോൾ ഇത് അടിപൊളി ചായക്കടയാണ്. ഇവിടെ ഏറ്റവും പ്രത്യേകത ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ദയവായി ഇവിടെ രാഷ്ട്രീയം പറയുന്നത് പ്രത്യേകം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കവരത്തിയിൽ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ബീച്ചാണ് കേട്ടോ. തൊട്ട് നടന്നു പോകാനുള്ള ഒരു ദൂരമുള്ളൂ. അവിടെ അടുത്തുള്ള ബീച്ചാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു പാലം പോലെയൊക്കെ ഉണ്ട്, ഒരു കടൽ പാലം പോലെയൊക്കെ ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പള്ളിയുണ്ട് കേട്ടോ ഇവിടെ കവരത്തിയിൽ. പഴയ പള്ളിയാന്ന് തോന്നുന്നു, നല്ല മനോഹരമായ പള്ളി. അപ്പോൾ ഇത് പള്ളിയിൽ നിന്നുള്ള പുറത്തുനിന്നുള്ള വ്യൂ ആണ്. പള്ളിയിലൊന്ന് കയറണം. കവരത്തിയിലെ ഞങ്ങളുടെ ഡിന്നറാണ്. പൊറോട്ട, മീൻകറി, മീൻ വറുത്തത്, ഫിഷ് ഫ്രൈ, പിന്നെ നല്ല കടുപ്പത്തിൽ ചായ. അന്തസ് അല്ലേ? ഇത് കണ്ടില്ലേ, കവരത്തി ആ പോർട്ടിൻ്റെ അവിടുത്തെ ബീച്ചിൻ്റെ ആ ഒരു ഏരിയ ആണ് കേട്ടോ. അത് കണ്ടില്ലേ, നമ്മൾ ഇപ്പോൾ ഒരു 8 മണി കഴിഞ്ഞിട്ടുള്ള സമയം കേട്ടോ. ഇവിടെ എപ്പോഴും ഇതുപോലുള്ള ആൾക്കാരിങ്ങനെ ബീച്ചിൽ വന്നിരിക്കുക, ഇങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് കണ്ടില്ലേ, ചായയും കടിയൊക്കെ ആയിട്ട് കുറേ പേര് അതിൻ്റെ ഒരു കച്ചവടങ്ങൾ. അപ്പോൾ കവരത്തിയിലെ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികൾ കുറച്ച് സ്ഥലങ്ങളിൽ രാവിലെയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. സ്കൂബ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ആ പൊളിഞ്ഞു കിടക്കുന്ന ഷിപ്പിൻ്റെ അവിടെയൊക്കെ പോയി. അപ്പോൾ തിരിച്ച് കവരത്തി ആ ഒരു പോർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ തീരത്ത് ഒരു നമുക്കിവിടെ വലിയൊരു ബീച്ചാണ്. നമുക്കിവിടെ വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്കിവിടെ കുറേ സ്ഥലങ്ങളുണ്ട് നമുക്കിരിക്കാൻ, ബോട്ടുകൾ, അവിടെയൊക്കെ ഇരുന്നിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാനൊക്കെ. ഇവിടെ എങ്ങനെ നമുക്ക് നടക്കാം ഏത് സമയത്തുണ്ടെങ്കിലും, ആരും ഒന്നും ചോദിക്കുകയോ ഒന്നുമില്ല. എപ്പോഴും ഇവിടെ വന്ന് ഒളിച്ചിരിക്കണം ഞണ്ട്. ബാക്ക് പിടിക്കണം, ഇല്ലെങ്കിൽ കടിക്കും. കണ്ട പിടിച്ച് കണ്ട.
ദേ ഒരു സ്പെഷ്യൽ സാധനം തരാട്ടാ. അതെ ഇപ്പൊ കടിക്കാതിരിക്കാൻ പുറകിലെ പിടിച്ചേക്കടാ. എന്നാ പോക്കലിട്ടരാ. ഇപ്പൊ 9 മണിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിവിടെ കുറെ കഥയൊക്കെ പറഞ്ഞ് ഇവിടെ കുറെ നേരം മണിക്കൂറുകളോളം ഇവിടെയൊക്കെ ഇരുന്നു. ഇത് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിറച്ച് ഇവിടെ ഇതുപോലുള്ള ആൾക്കാർ. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെ വലിയൊരു ബീച്ച് ഏരിയയാണ്. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ഇപ്പം ഏകദേശം 10 മണി അടുത്താകാൻ പോണു. ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെയൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കുന്ന ബീച്ച് ഫുട്ബോൾ പോലെ കളിക്കും. അപ്പോൾ പറഞ്ഞില്ലേ, ഇത് കവരത്തി അത് പോർട്ട്, ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്, സൈഡിൽ ബീച്ച് ഉണ്ട്. നല്ല അടിപൊളിയാണ്. രാത്രിയൊക്കെ ഒരു സമയത്തിനൊന്നും ഒരു പരിധിയില്ല. ആൾക്കാരൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. പോവുകയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് കണ്ടില്ലേ, അതെ ഇവിടെ ഈ ആ ഒരു കവാടത്തിൻ്റെ അവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഷിപ്പ് എന്തോ പുറംകടലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഷിപ്പിൽ കയറാനായിട്ട് ബോട്ടിൽ ഇവിടുന്ന് ആൾ പോയിട്ട് ആ ബോട്ടിലാണ് പോയിട്ട് ഷിപ്പിൽ കയറണത്. നമ്മൾ ആ വെസലിൽ വന്ന പോലെ ആ പോർട്ടിൽ ഇങ്ങനെ അടുക്കില്ല. ഷിപ്പ് കുറച്ച് പുറംകടലിലാണ് കിടക്കണത്. അപ്പോൾ ഇവിടെ നിന്ന് ബോട്ടിൽ പോയിട്ട് ആൾക്കാർ ഷിപ്പിൽ കയറും. അപ്പോൾ അത് കയറാൻ വേണ്ടിയുള്ള തിരക്കാന്നാണ് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ അറിഞ്ഞത്. ഇപ്പം ഈ പറഞ്ഞില്ലേ, ഈ ഒരു ഗ്രൗണ്ടിൽ 1 മണിയൊക്കെ വരെ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും. നല്ല തിരക്കായിരിക്കും.